ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനിലും അന്തർഭവിച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് മനസ്സ് എന്ന് പറയുന്നത്. അത് വല്ലാത്ത സങ്കീർണമായ ഒന്നാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും ഹേതുവായിരിക്കുന്നത് മനസ്സാണ്. മനസ്സിനെ സന്തോഷമാകുന്ന ദിശയിലേക്ക് തിരിച്ചാൽ അത് സുഖത്തെ തരുന്നു. അതേ മനസ്സ് തന്നെ വിഷയങ്ങളിലേക്കാണ് തിരിച്ചുവിടുന്നതെങ്കിൽ അവിടെ രാഗദ്വേഷാദികൾ വളർത്തി നമ്മെ ദുഃഖിപ്പിക്കുന്നു. എന്നാൽ മനസ്സെന്നാൽ എന്താണെന്ന് അന്വേഷിച്ചാൽ അതിനെയൊട്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുമില്ല. അതിന് പല പേരുകൾ, സങ്കല്പങ്ങളുടെ സമാഹാരം എന്ന് ഒരു വിഭാഗം പറയുന്നു. അനേക സങ്കല്പങ്ങൾ പൊന്തുകയും ലയിക്കുകയും ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒന്നാണ് മനസ്സ് എന്ന്. ഒരു ക്യാമറ കൊണ്ടും അതിനെടുക്കാൻ കഴിയില്ല. ഒരു ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാലും ഈ മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ആ മനസ്സാണ് ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് സുഖദുഃഖാദികളെ സൃഷ്ടിക്കുന്നതും അതേ മനസ്സ് തന്നെയാണ്. എന്നാൽ മനസ്സെന്താണെന്ന് നമുക്കൊട്ടറിയുകയുമില്ല. അതിനാൽ ഈ മനസ്സ് മാറിത്തന്നാൽ, അല്ലെങ്കിൽ മനസ്സ് ഇല്ലാതെയായാൽ, മനസ്സൊരിക്കലും ഇല്ലാതാവുകയില്ല. അതിൻ്റെ ചാഞ്ചല്യം നിന്നാൽ, മനസ്സ് നിശ്ചലമാവുകയാണെങ്കിൽ ആ മനസ്സു തന്നെയാണ് പരമമായ സത്ത്, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ. അതിനാൽ ഒരു കവി പറയുന്നു, മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ മനസ്സാവിയായി ദഹിക്കുന്നു താനേ. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ, മനസ്സിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ നമ്മെ ദുരിതത്തിൻ്റെ കയത്തിൽ ആ മനസ്സ് വലിച്ചു. നമ്മൾ എന്ന് പറഞ്ഞാൽ ജീവൻ. ഈ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ഞാനെന്ന് തോന്നുന്ന ഒരു വ്യക്തി, ഒരു ശക്തി വിശേഷമാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ഈശ്വരശക്തി ശരീരമാകുന്ന ഉപാധിയിൽ പ്രവേശിച്ചപ്പോഴാണ് ജീവൻ എന്ന വ്യവഹാരമുണ്ടായത്. അതിനാൽ ജീവന് 3 ഉപകരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഉപകരണമാണ് ശരീരം. രണ്ടാമത്തെ ഉപകരണമാണ് ഈ ലോകവിഷയങ്ങളെയൊക്കെ കാട്ടിത്തരുകയും സുഖദുഃഖാദികളെ അതിലൂടെ തരുകയും ചെയ്യുന്ന മനസ്സ്. മൂന്നാമത്തെ ഉപകരണമാണ് ബുദ്ധി, എല്ലാത്തിനെയും വേർതിരിച്ചറിയാനുള്ള കഴിവ്. അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബോധം എന്ന് കൂടി പറയുന്നു. ഇങ്ങനെ ഈ ജീവനാകുന്ന ഉപാധിക്ക് ദേഹം, മനസ്സ്, ബുദ്ധി എന്ന 3 ഉപകരണമുണ്ട്. എങ്ങനെ ബുദ്ധി ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ആ പരമാത്മാവ് ഒരു പ്രത്യേക തരത്തിൽ ചലിച്ചപ്പോഴാണ് ബുദ്ധിയായി രൂപാന്തരപ്പെട്ടത്. ബുദ്ധി വീണ്ടും മറ്റൊരു തരത്തിൽ ചലിച്ചപ്പോഴാണ് മനസ്സായി രൂപാന്തരപ്പെട്ടത്. അതേ മനസ്സ് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ചലിച്ചപ്പോഴാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി പരിണമിച്ചത്. മനസ്സ് കണ്ണിലൂടെ വന്നപ്പോൾ രൂപമായും, ചെവിയിലൂടെ വന്നപ്പോൾ ശബ്ദമായും, നാവിലൂടെ വന്നപ്പോൾ രസമായും, മൂക്കിലൂടെ വന്നപ്പോൾ അത് ഗന്ധമായും, ത്വക്കിലൂടെ വന്നപ്പോൾ അത് ചൂട്, തണുപ്പ് ഇത്യാദികളായും രൂപാന്തരപ്പെടുന്നു. ഇതിനെല്ലാം കാരണം മനസ്സാണ്. മനസ്സിതിലേക്ക് ഇന്ദ്രിയദ്വാര പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവവേദ്യവും അല്ല. അതാണ് മനസ്സ് വ്യാപരിക്കുമ്പോൾ അവിടെ സുഖമോ ദുഃഖമോ ഉണ്ടാകും. അനുകൂലമായതെല്ലാം സുഖവും, ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷവും, ഇഷ്ടപ്പെടാത്തവയെ സമീപിക്കുമ്പോൾ ദുഃഖവും ഉണ്ടാവുക സ്വാഭാവികമാണ്.
ഒരേ വസ്തു തന്നെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റൊരാൾക്ക് അനിഷ്ടമാണ്. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വസ്തുവല്ലല്ലോ ഇഷ്ടാനിഷ്ടങ്ങളെ ഉണ്ടാക്കുന്നത്. ആ വസ്തുവെ ആര് ഏത് ദിശയിലൂടെ കാണുന്നുവോ അപ്പോൾ അവർക്കുണ്ടാകുന്ന വികാരമാണ് ഇഷ്ടം അനിഷ്ടം എന്നത്. ഇന്നതുപോലെ ആവണം എന്ന് പറയുന്നതിനെ വിധിയെന്നും ഇന്നതുപോലെ ആവരുത് എന്ന് പറയുന്നത് നിഷേധവുമാണ്. അതൊക്കെ ശരിയാണ് എന്നും ഇതൊക്കെ തെറ്റാണ് എന്നും പറയുന്നത് നമുക്ക് ഈ വ്യവഹാരദശയിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രമാണ് ഇത് ശരിയെന്നത്. ഇത് ശരിയെന്ന് പറയുന്നത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണ് എന്ന് തോന്നുന്നു. ഈ നാട്ടിൽ ശരിയായത് മറ്റൊരു നാട്ടിൽ തെറ്റായിരിക്കാം. അങ്ങനെയും സംഭവിക്കുന്നു. അതിനാൽ മനസ്സാണിതെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് രാഗരോഗാദികളെ ഉണ്ടാക്കുന്നത് ശരിയോ ചൊവ്വയോ അല്ല. സുഖത്തെ തരുന്നത് വ്യാഴവുമല്ല. അവ വെറും ഗ്രഹങ്ങൾ മാത്രമാണ്. സുഖദുഃഖാദികൾ നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സ് വിഷയങ്ങളെ എപ്രകാരം സമീപിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് സുഖദുഃഖാദികൾ ഉണ്ടാകുന്നത്. അതിനാൽ ആ മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രണ വിധേയമാക്കേണ്ടത്. മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. മനസ്സുള്ള കാലം നമുക്ക് ഒരിക്കലും യാഥാർത്ഥ്യത്തെ കാണാൻ സാധിക്കുകയില്ല. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ ആ മനസ്സ് പല വഴിയിലേക്കും ഓടുമ്പോഴാണ് മനസ്സിന് സന്തോഷം. അങ്ങനെ ആ മനസ്സിനെ ഓടാതെ നാം നിയന്ത്രിച്ചു നിർത്തുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ മനസ്സാവിയായി ദഹിക്കുന്നതാനേ. അപ്പോൾ ആ മനസ്സ് അപ്രത്യക്ഷമാകും. തൽസ്ഥാനത്ത് ആ സത്ത് മാത്രം, ചൈതന്യമായിരിക്കുന്ന ആ സത്ത് മാത്രമായിരിക്കും. ചലനം നിന്നാൽ ഇപ്പം നമ്മളൊരു തീപ്പന്തം, ഒരു പന്തം ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു ബിന്ദു, ഒരു പോയിന്റ് മാത്രം, ഒരു പന്തമാണ്. അത് നാം കറക്കുകയാണെങ്കിലോ വളരെ വേഗത്തിൽ കറക്കുമ്പോൾ വൃത്തത്തിലുള്ള ഒരു തീക്കുണ്ടമായിട്ട് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ആ തീപ്പന്തം വട്ടത്തിലോ ചതുരത്തിലോ നീളത്തിലോ അല്ല, ചലനം കൊണ്ടാണ്. അതെപ്രകാരം ചലിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരുന്നത്. അതുപോലെയാണ് മനസ്സെപ്രകാരം ചലിക്കുന്നുവോ അതിനനുസരിച്ചാണ് സുഖദുഃഖാദികൾ ഉണ്ടാവുന്നത്. ആ മനസ്സ് ചലിക്കാതെയാകുമ്പോൾ അത് ഏതു വസ്തുവാണോ മനസ്സായി പരിണമിച്ചത് അതായി തന്നെ മാറുന്നു. ബന്ധമാണല്ലോ വൃത്തത്തിലായതും നീളത്തിലായതും ചതുരത്തിലായതും എല്ലാം. നിശ്ചലമായപ്പോൾ അത് ചലനമില്ല, അതൊരു ബന്ധം മാത്രമാകുന്നത് പോലെ മനസ്സ് ആ പരമസത്യയായിട്ട് രൂപാന്തരപ്പെടുന്നു. മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ മനസ്സാവിയായി ദഹിക്കുന്നു താനേ.